തൃശൂർ കുതിരാനിലെ ജലവാസ മേഖലയിൽ ഇറങ്ങിയ ഒറ്റയാനെ തുരുത്താനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുന്നു. വയനാട്ടിൽ നിന്നും 2 കുങ്കിയാനകളെ എത്തിച്ച് ഒറ്റയാനെ വനമേഖലയിലേക്ക് തിരിച്ചയക്കാനാണ് ശ്രമം. ഇത് നടന്നില്ലെങ്കിൽ മയക്കുവെടിവെച്ച് ഒറ്റയാനെ പിടികൂടാനും വനംവകുപ്പ് ഒരുക്കത്തിലാണ്. ിലെ ജനവാസ മേഖലയിൽ കഴിഞ്ഞ 3 മാസത്തോളമായി കാട്ടാനശല്യം രൂക്ഷമാണ്. രാത്രികാലങ്ങളിൽ പലപ്പോഴായി ജനവാസ മേഖലയിൽ ഇറങ്ങിയ ഒറ്റയാൻ വലിയ ഭീഷണിയാണ് സൃഷ്ടിച്ചത്. കഴിഞ്ഞ ദിവസം രാത്രി സമയത്ത് ഇറങ്ങിയ ഒറ്റയാൻ സമീപ പ്രദേശത്തെ വീടിന് മുന്നിലുള്ള ഷെഡ് തകർത്തു. ടണൽ ഓപ്പൺ ചെയ്തപ്പോൾ പിന്നെ ഇതിൽ വണ്ടികളൊന്നും പോകുന്നില്ലല്ലോ. അപ്പോൾ ഒറ്റപ്പെട്ട ആനകളൊക്കെ ക്രോസ് ചെയ്തിട്ട് അങ്ങേ മലയിലൊക്കെ പോകാറുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ 2 മാസമായിട്ട് ഈ ആന ഇവിടെ സ്ഥിരമാണ്. പലരെയും അക്രമകാരിയായിട്ടുള്ള ആനയാണ്. ആരും ഈ വഴിക്ക് അങ്ങനെ രാത്രി ഇറങ്ങുന്നില്ല. ഈ ടൗണിൽ ജോലിക്ക് പോകുന്നവർ ഇവിടെയുള്ളവരെ വിളിച്ച് ചോദിച്ച് ആന റോട്ടിലില്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷമാണ് ബസ് ഇറങ്ങിയ ഇങ്ങോട്ട് വരുന്നത്. പ്രതിസന്ധി രൂക്ഷമായതോടെ വനമന്ത്രി എ.കെ. ശശീന്ദ്രൻ ജനവാസ മേഖലകൾ സന്ദർശിച്ചിരുന്നു. വേണ്ടിവന്നാൽ ഒറ്റയാനയെ മയക്കുവെടിവെച്ച് പിടികൂടാനും വകുപ്പ് തയ്യാറാണെന്ന് മന്ത്രി അറിയിച്ചിരുന്നു. ഇന്ന് രാവിലെ 6 മണിയോടെയാണ് വയനാട്ടിൽ നിന്നും 2 കുങ്കിയാനകളെ എത്തിച്ചത്. ഡ്രോൺ സംവിധാനം വഴി ഒറ്റയാനെ നിരീക്ഷിച്ച ശേഷമായിരിക്കും കുങ്കിയാനകളെ ഉപയോഗിച്ച് തുരത്തുന്നത്. പീച്ചി വനമേഖലയിലേക്ക് തന്നെ തുരത്താനാണ് ശ്രമം. ഇതിന് സാധിച്ചില്ലെങ്കിൽ മാത്രമായിരിക്കും മയക്കുവെടിവെച്ച് ആനയെ പിടികൂടുന്നത്. കൈരളി ന്യൂസ്, തൃശൂർ.